കഴിക്കുന്നു ഇവിടെ അവിടെയാണ്. നിങ്ങളുടെ അനിന്റെ വീട്ടിലൊരു പദം അതെന്താണെന്ന് നോക്കുമായിരുന്നു. ഗൾഫിൽ നിന്ന് അവിടേക്ക് പോയിട്ട് ആവശ്യമാണെന്ന് തോന്നുന്നു. അതിന് നീ ഇവിടെ കഴിക്കുന്നൊക്കെ ആയിപ്പോ ഒന്ന് പോയിച്ചായ അവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു സമാധാനം. നിങ്ങളുടെ അപ്പച്ചനാണ് ലോകം വന്നിട്ട് ഇങ്ങോട്ട് കയറാറേ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കാറ്. പിന്നെ അവിടെ നല്ല മണ്ണിനും ചിക്കനും വേഗമോ നിന്നെ ചക്കക്കുരു മേടിക്ക് വരട്ടി പുളിക്കുറി ആർക്ക് വേണമണി. സത്യമാണ് സത്യമൊന്നും കൂട്ടുകയും ചെയ്യും. അതൊക്കെ വെള്ളമാക്കിട്ട ഒരു കാര്യമില്ല. കുറച്ച് നിലയും നിലയും ഒക്കെ ഉള്ളവര് ഇങ്ങോട്ട് വരും. അദ്ദേഹം വന്നപ്പോൾ മുതൽ അവളോട് ചെടി ഇങ്ങോട്ടാ രഹസ്യം പിടിച്ചെടുക്കാൻ. എന്നാൽ അങ്ങനെ തന്നെ കുറെ നേരമായി. എന്നാ വിശേഷം ഇവിടെ ഉണ്ടായിരുന്നു? എന്നാൽ അങ്ങോട്ട് പോവാ. അപ്പച്ചനുണ്ട് അവിടെ ഒരു സ്മോൾ അപ്പച്ചനാണ് ഗ്രഹിണി പിടിച്ച് പിള്ളേരെ മെരിച്ച് കേൾക്കുന്നുണ്ട്. ഓ എനിക്കിപ്പോ പണ്ടത്തെ പോലെ പുള്ളിക്കുന്നില്ല, പ്രായമായി. അപ്പച്ചനെ പോലെയാണോ? ശരിയാ, അല്ലെങ്കിൽ നാളെ അതുപോലെ പറയാ നീ നിന്റെ മനസ്സ്. ഓ നിങ്ങളുടെ കഥവർത്തമാനം കേട്ടപ്പോഴേക്ക് എനിക്ക് എന്നാ പിന്നെ നിങ്ങൾ തറകളുടെ കലാപരിപാടി നടക്കണം. എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എന്റെ ഇളയ മോനുണ്ടല്ലോ, ഈ അപ്പച്ചനെ കൊണ്ട് തോറ്റു. അപ്പച്ചനെ അല്ലേ അല്ലാമേ, പറയുമ്പോ എല്ലാ കാര്യവും പറയണമല്ലോ. എന്റെ ഇളയ മോൻ അവൻ കാണണോ ഞാൻ ഈ ഡൽഹിയിൽ എത്തിക്കുന്നത്. ഇതുപോലെ അപ്പച്ചനോട് സ്നേഹമുള്ള ഒരു മോൻ അവന്റെ പെൺകുട്ടികളുടെ കാര്യം പറയുവാണ്. ഞാൻ പറയട്ടടി, അവർക്ക് ഇതുപോലൊരു മൂരെ അവന് കഴകത്തുണ്ടായിരുന്നേ അവളെ പോലെ നന്നായേനെ. എന്റെ കുഞ്ഞിന്റെ വീട്ടില് രഹസ്യം അറിയാൻ ഓരോരുത്തർ
പല രഹസ്യങ്ങളും സംസാരിക്കും. അപ്പച്ച എന്താ അപ്പച്ച പറയുന്നത്? ആ, അവരുടെ കൂടി ചേർന്ന് മണല് വരുന്ന കച്ചവടം നടന്നതിനെ പറ്റി ആർക്കൊക്കെ എന്തൊക്കെ കെട്ടുന്നതിനെ പറ്റിയൊക്കെ രഹസ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരടുത്ത് എന്ന് പറയുന്ന രഹസ്യങ്ങളൊന്ന് കേൾക്കാൻ ചെവി കൊണ്ടിട്ടുണ്ട് വന്നാ ഉണ്ടല്ലോ, ഇന്ത്യയുടെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. അപ്പോ പല്ലിന്റെ എണ്ണം കൂടും, എല്ലിന്റെ എണ്ണം കുറയും. എടി അന്നാമേ, ഇത്രയും പോരാ. അതോ ആർക്കും കൂട്ടി ചതുരത്തടികളെ കാര്യങ്ങൾ